രാജ്യതലസ്ഥാനത്ത് വൻ രാഷ്ട്രീയ നീക്കം. ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ നേതാവായ ശരത് പവാർ NDയിലേക്ക്. പാർലമെന്റിൽ പ്രധാനമന്ത്രിയുമായി ശരത് പവാർ കൂടിക്കാഴ്ച നടത്തി. മകൾ സുപ്രിയ സുലെയ്ക്കൊപ്പമായിരുന്നു കൂടിക്കാഴ്ച. വിവരങ്ങളുമായി ആദർശ് ചേരുകയാണ്. ആദർശ്, വമ്പൻ രാഷ്ട്രീയ നീക്കമാണ് രാജ്യതലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരത് പവാർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി, ഒപ്പം തന്നെ മകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എപ്പോഴായിരുന്നു കൂടിക്കാഴ്ച? എന്തായിരുന്നു ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ? രാഖി, കൂടിക്കാഴ്ച സംബന്ധിച്ച വിവരങ്ങൾ അല്പം മുമ്പാണ് പുറത്തു വന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രതിപക്ഷം വലിയ പ്രതിഷേധം നടത്തുമ്പോഴാണ് പ്രതിപക്ഷ നിരയിലെ പ്രമുഖ നേതാവ് ശരത് പവാർ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ശരത് പവാർ നേതൃത്വം നൽകുന്ന NCP ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമാകും എന്ന തരത്തിൽ ചില റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ അപ്പോഴൊന്നും ഇതിനോട് പ്രതികരിക്കുവാൻ ശരത് പവാർ തയ്യാറായിരുന്നില്ല. എന്നാൽ ശരത് പവാറിൻ്റെ മകൾ സുപ്രിയ സുലെ ആകട്ടെ പാർട്ടി ഒറ്റക്കെട്ടാണെന്നും പാർട്ടിയുടെ രാഷ്ട്രീയ മാറ്റം ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ സംബന്ധിച്ച അത് ശരത് പവാർ ആയിരിക്കും അത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നും സുപ്രിയ സുലെ പറയുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ശരത് പവാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. എന്തായാലും മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം അവിടെ ശരത് പവാർ നേതൃത്വം നൽകുന്ന NCPയുടെ ബഹുഭൂരിപക്ഷ MLAമാരും MP മാരും ഈ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമാകണമെന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കൂടിക്കാഴ്ച ഏറെ നിർണായകമാകുന്നത്. പ്രത്യേകിച്ചും ശരത് പവാർ നേതൃത്വം നൽകുന്ന NCP ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് പോകുമോ എന്നത് സംബന്ധിച്ച് ഇനി ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം മാത്രമാണ് ശരത് പവാറിൻ്റെ ഭാഗത്തു നിന്നും വരേണ്ടത്. എന്തായാലും ഈ ഒരു കൂടിക്കാഴ്ചയിൽ പ്രധാനമായിട്ടും കർഷകരുടെ പ്രശ്നങ്ങളാണ് ശരത് പവാർ ഉന്നയിച്ചതെന്നാണ് NCP പുറത്തുവിടുന്ന വിവരം. എന്നാൽ രാഷ്ട്രീയം ചർച്ചയായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ തന്നെ മഹാരാഷ്ട്രയിൽ ഇരു NCPകളും ഒന്നിക്കുകയും അവർ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോഴൊക്കെ തന്നെ ചില NCP നേതാക്കൾ പാർട്ടിക്കുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന കാര്യം സ്ഥിരീകരിച്ചിരുന്നു. മാത്രമല്ല പാർട്ടി അധികാരത്തിലിരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം നിൽക്കുകയാണെങ്കിൽ MLAമാരുടെയും MP മാരുടെയും മണ്ഡലങ്ങളിൽ വികസന പദ്ധതികൾ എത്തിക്കുന്നതിന് കഴിയും എന്നും ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമാകണമെന്ന് അഭിപ്രായപ്പെടുന്ന MLAമാരും MP മാരും ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കൂടിക്കാഴ്ച ഏറെ നിർണായകമാകുന്നത്. എന്നാൽ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൂടിക്കാഴ്ച രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ്. പ്രത്യേകിച്ചും അവർ പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ നിരയിലെ ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ശരത് പവാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നു. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്ന് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയും ചെയ്യുന്ന സുപ്രിയ സുലെയും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയമായി വലിയ ഒരു തിരിച്ചടിയാണ്. കാരണം അവർ പ്രധാനമന്ത്രിക്കെതിരെ എതിർപ്പ് ഉയർത്തുന്നു. ആ എതിർപ്പുമായി അവർ മുന്നോട്ട് പോകുമ്പോഴാണ് അവർക്കൊപ്പമുള്ള ശരത് പവാർ നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ഈ കൂടിക്കാഴ്ച കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയാണ്. എന്നാൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് രാഷ്ട്രീയമായുള്ള മേൽക്കൈ, പ്രത്യേകിച്ച് NCPയും DMKയും അടക്കമുള്ള പാർട്ടികൾ അവർ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമാവുകയാണെങ്കിൽ അത് പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും ഏറെ ഗുണം ചെയ്യുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. മാത്രമല്ല രാഷ്ട്രീയമായി തന്നെ ഇന്ത്യ സഖ്യത്തിന് മേൽ വലിയ ഒരു മേൽക്കൈ നേടുന്നതിനും ഈ NCPയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്കുള്ള പ്രവേശനം അത് നിർണായകമാവുകയും ചെയ്യും. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക തീരുമാനം ശരത് പവാറാണ് കൈക്കൊള്ളേണ്ടത്. ആദർശ്, അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ കൂടിയാണല്ലോ ശരത് പവാർ. ആ ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ ഒരു സംഘർഷഭരിതമാക്കാനുള്ള ഒരു തീവ്രശ്രമം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇതിനിടയിൽ നടക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ്. ഇത് എത്രത്തോളം തിരിച്ചടിയാകും ഇന്ത്യ മുന്നണിക്ക്? രാഷ്ട്രീയമായി ഇന്ത്യ സഖ്യത്തിന് ഇതൊരു വലിയ തിരിച്ചടിയാണ്. കാരണം അവർ ഭരണപക്ഷത്തിനെതിരെ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമെതിരെയൊക്കെ ഉയർത്തുന്ന ആരോപണങ്ങളുടെ മുന ഒടിയുന്നതാണ് ശരത് പവാർ പ്രധാനമന്ത്രിയുമായി നടത്തിയ ഈ ഒരു കൂടിക്കാഴ്ച. കാരണം പ്രതിപക്ഷ വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾക്ക് ശരത് പവാറിൻ്റെ പോലും പിന്തുണയില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരത് പവാറിനെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയുടെ വികസനത്തിനാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്ന് അദ്ദേഹം പലപ്പോഴും പറയുകയും ചെയ്യുമായിരുന്നു.
എന്നാൽ BJP ആകട്ടെ BJPയുടെ നയങ്ങളും നിലപാടുകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വവും അംഗീകരിക്കുന്ന ആർക്കും തങ്ങളുടെ മുന്നണിയിലേക്ക് വരാം എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നേരത്തെ തന്നെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുമായി ശരത് പവാർ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ തന്നെ ഇത് സംബന്ധിച്ചുള്ള ചില അഭ്യൂഹങ്ങൾ ഉടലെടുത്തിരുന്നു. എന്തായാലും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ശരത് പവാർ കൂടിക്കാഴ്ച നടത്തുമ്പോൾ അത് പ്രതിപക്ഷം പ്രധാനമന്ത്രിക്കെതിരെ ഉയർത്തുന്ന വിമർശനങ്ങളുടെ മുനയൊടിയുക മാത്രമല്ല, രാഷ്ട്രീയമായി തന്നെ കോൺഗ്രസിനും പ്രതിപക്ഷ നിരയിലെ സമാജ്വാദി പാർട്ടിയും ആം ആദ്മി പാർട്ടിയും ഇടത് പാർട്ടികളും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ ഒരു തിരിച്ചടി കൂടിയാണ് ഇതിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ശരത് പവാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമാവുകയാണെങ്കിൽ അതൊരു പക്ഷേ വലിയ ഒരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള തുടക്കമായി മാറും. കാരണം മറ്റു ചില പാർട്ടികളും ഈ ഇന്ത്യ സഖ്യത്തിന് ഒപ്പം നിൽക്കുമ്പോഴും അവരും ദേശീയ ജനാധിപത്യ സഖ്യത്തോട് താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ ഒരു NCPയിൽ ഒതുങ്ങുന്നില്ല. സമാജ്വാദി പാർട്ടിയുടെ ചില നേതാക്കൾക്കും ഇത്തരത്തിൽ BJPയുമായി ചേർന്ന് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. എന്തായാലും ഈ രാഹുൽ ഗാന്ധിയെ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നു, കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നു, പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം നടത്തുന്നു. അപ്പോൾ ഈ രീതിയിലൊക്കെയുള്ള സമരങ്ങളുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകുമ്പോഴാണ് പ്രതിപക്ഷ നിരയിലെ പ്രമുഖ നേതാവ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമാകുമെന്നുള്ള അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നത്. രാഖി, ശരി ആദർശ്, രാജ്യതലസ്ഥാനത്ത് വമ്പൻ രാഷ്ട്രീയ നീക്കമാണ് നടക്കുന്നത്. ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ നേതാവായ ശരത് പവാർ NDAയിലേക്ക് എന്ന സൂചനകൾ പുറത്ത് വരികയാണ്. രാജ്യതലസ്ഥാനത്ത് വമ്പൻ രാഷ്ട്രീയ നീക്കം നടക്കുമ്പോൾ അത് ഇന്ത്യ സഖ്യത്തിന് എത്രത്തോളം തിരിച്ചടിയാകുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പാർലമെന്റിൽ പ്രധാനമന്ത്രിയുമായി ശരത് പവാർ കൂടിക്കാഴ്ച നടത്തുമ്പോൾ മകൾ സുപ്രിയ സുലെ കൂടി ഒപ്പമുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ചിത്രങ്ങൾ തന്നെ തെളിവായി ചൂണ്ടിക്കാട്ടുന്നത്. TS ആദർശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.